കാരണം എന്താണ് നമ്മുടെ വിശദമായിട്ടുള്ള ഭാഗം. പണ്ഡിതന്മാരിൽ ഒരു വിഭാഗം പറഞ്ഞ അഭിപ്രായം, സഹാബികൾ മുതൽ ഇങ്ങോട്ട് 3 ത്വലാഖ് ഒന്നിച്ച് ചെല്ലൽ ഹറാമാണ്. അങ്ങനെ ചൊല്ലിയാൽ എത്ര ഭവിക്കൂ? 1 സംഭവിക്കൂ. ഒരു തലാഖേ സംഭവിക്കൂ. കാരണം അയാൾ തലാഖല്ല എന്നുള്ളത് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ 3 ചെല്ലുക എന്നുള്ളത് ഇസ്ലാമിലില്ല. 3 ഒന്നിച്ച് ചൊല്ലിയിട്ടുണ്ട് എങ്കിൽ ഒരു തലാഖേ സംഭവിക്കുകയുള്ളൂ. ആ അഭിപ്രായമാണ് സഹാബികളിൽ അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, സുബൈർ ബിൻ അൽ അവ്വാം തുടങ്ങിയവർ രേഖപ്പെടുത്തിയത്. അതേപോലെ ഇമാം അതായിനെ പോലുള്ള, താവൂസ് ബിൻ കൈസാനെ പോലുള്ള, മുഹമ്മദ് ബിൻ ഇസ്ഹാഖിനെ പോലുള്ള, ഖിലാസ് ബിൻ അംബറിനെ പോലുള്ള താബിഈങ്ങൾ ആ അഭിപ്രായക്കാരാണ്. അതേപോലെ തന്നെ ഇമാം ജാഫർ സാദിഖ്, ആ ജാഫർ സാദിഖിന്റെ വാപ്പ മുഹമ്മദുൽ ബാഖിർ, അവരുടെ 3 തലാഖും ഒന്നിച്ച് ചെല്ലിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെല്ലൽ ഹറാമാണ്. പക്ഷേ ചെല്ലിയാൽ എത്ര സംഭവിക്കൂ? 1 സംഭവിക്കൂ. ഷിയാക്കളിൽ പലരും 3 തലാഖും ഒന്നായിട്ടേ പരിഗണിക്കൂ. കാരണം ഇമാം ജാഫർ സാദിഖിന്റെ അഭിപ്രായവും ഉപ്പ മുഹമ്മദുൽ ബാഖിറിന്റെ അഭിപ്രായം അതാണ്. പണ്ഡിതന്മാരിൽ പലരും മദ്ഹബി പണ്ഡിതന്മാരിൽ തന്നെ പലരും ഈ 3ാമത് പറയപ്പെട്ട അഭിപ്രായമാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പൊ ഷാഫി മദ്ഹബിൽ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം റാസി ഈ അഭിപ്രായങ്ങളെ പ്രമാണബദ്ധമായി വിലയിരുത്തിയിട്ടുണ്ട് തഫ്സീറിൽ. എന്നിട്ട് ഇമാം റാസി പറയാണ്, ഒരാൾ 3 തലാഖും ചൊല്ലിയിട്ടുണ്ട് എങ്കിൽ 3 സംഭവിക്കുമോ? അതല്ല 1 സംഭവിക്കൂ. ഇമാം റാസി പറയാണ്, 3 ഒന്നിച്ച് ചൊല്ലിയാൽ 3 സംഭവിക്കുമോ? അതല്ല 1 സംഭവിക്കൂ? 1 സംഭവിക്കൂ. എന്നിട്ട് അദ്ദേഹം പറയുന്നത് വഹുവൽ അഖ്യസ്, ആ അഭിപ്രായമാണ് പ്രമാണബദ്ധം. എന്നിട്ട് അദ്ദേഹം പറയാണ്, എന്തുകൊണ്ട് 3 തലാഖും ഒന്നിച്ച് ചെല്ലൽ ഹറാമാക്കാൻ കാരണം, 3 ഒന്നിച്ചെല്ലൽ ഹറാമാക്കാൻ കാരണം ഒരു മഫ്സദത്തുൻ റാജിഹ, വലിയ ഒരു കുഴപ്പം ആ തലാഖ് ചെല്ലലിലൂടെ ഉണ്ടാകും എന്നതിനാലാണ്. 3 ചൊല്ലിയിട്ടുണ്ട് എങ്കിൽ 3 സംഭവിക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹു ഈ ഉണ്മയുടെ ലോകത്ത് ഉണ്ടാക്കാൻ സമ്മതിക്കാത്ത ഒരു ഫസാദിനെ ഉണ്മയുടെ ലോകത്തേക്ക് ആളുകൾ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇത് ഇമാം റാസിയുടെ വീക്ഷണം പറയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഫവജബ അൻ യഹ്കുമ ബിഅദമിൽ വുഖൂ', ഇത് ഇമാം റാസിയുടെ വാക്കാണ്. ഫവജബ അൻ യഹ്കും ബിഅദമിൽ വുഖൂ', ഒരാൾ 3 തലാഖും ചൊല്ലിയാൽ 3 സംഭവിക്കുകയില്ല എന്ന് വിധിക്കൽ നിർബന്ധമാണ്. ഞാൻ ഇത് ഇമാം റാസിയുടേത് പ്രത്യേകം, ഇതുപോലെ അഭിപ്രായം രേഖപ്പെടുത്തിയ പല പണ്ഡിതന്മാരുണ്ട്, മനസ്സിലായില്ലേ? ഇപ്പോ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, ഇബ്നുൽ ഖയ്യിം തുടങ്ങിയ പല പണ്ഡിതന്മാരുണ്ട്, ദാവൂദ് ദ്വാഹിരി തുടങ്ങിയ പണ്ഡിതന്മാരൊക്കെ ഉണ്ട്. പക്ഷേ റാസിയുടേത് ഞാൻ പ്രത്യേകം എടുത്തു പറയാൻ കാരണം, നമ്മുടെ നാട്ടിൽ ഫുഖഹാക്കളും അതേപോലെ തന്നെ പണ്ഡിതന്മാരൊക്കെ ഷാഫി മദ്ഹബിനെ അനുകരിക്കുന്നവരും ഷാഫി മദ്ഹബ് ആണ് തങ്ങളുടെ മദ്ഹബ് എന്ന് അവകാശപ്പെടുന്നവരാണ്. അതിൽ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഷാഫി മദ്ഹബിൽ എണ്ണപ്പെടുന്ന പണ്ഡിതനാണ്. ഷാഫിയാക്കളേറെ ആദരിക്കുന്ന പണ്ഡിതനാണ് ആര്? ഇമാം റാസി. അദ്ദേഹത്തിന് പ്രസിദ്ധമായ തഫ്സീറുണ്ട്. ആ തഫ്സീറിൽ അദ്ദേഹം വിശദീകരിച്ചതാണ് ഇവിടെ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. മനസ്സിലായി? പ്രമാണബദ്ധമായ അഭിപ്രായം ഏതാണ്? 3 ചൊല്ലിയാൽ എത്ര ഭവിക്കൂ? 1 എന്നുള്ളതാണ്. വഹുവൽ അഖ്യസ്. എന്തുകൊണ്ട് ആ വിഷയത്തിലുള്ള പ്രമാണങ്ങൾ നമുക്ക് നോക്കാം. റുക്കാന എന്ന് പറയുന്ന സഹാബി തന്റെ ഭാര്യയെ മൊഴിചൊല്ലി. എന്നിട്ട് അദ്ദേഹം മുസൈന ഗോത്രത്തിന് ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് റുക്കാനയുടെ ഭാര്യ വന്നു, കേസേറ്റ് വന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, റുക്കാന എന്നെ വിവാഹമോചനം നടത്തി. റുക്കാന ചെയ്തത് ഇതാണ്, മറ്റൊരു കല്യാണം കഴിച്ചു. കുറച്ച് വിശദമായ ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റുക്കാനയെ വിളിച്ചു. എന്നിട്ട് റുക്കാനയോട് ചോദിക്കുകയാണ്, കൈഫ തല്ലഖ്തഹ, റുക്കാന നിങ്ങൾ എങ്ങനെയാണ് ഭാര്യയെ തലാഖ് ചൊല്ലിയത്? അപ്പൊ അയാൾ പറയാണ്, സലാസൻ, ഞാൻ 3 തലാഖും ഒന്നിച്ചാണ്, 3 ചൊല്ലി. അപ്പൊ റസൂലുള്ളാഹി ചോദിക്കാണ്, ഫീ മജ്ലിസിൻ വാഹിദ്, എന്താ ഫീ മജ്ലിസിൻ വാഹിദ്? ഒരു മജ്ലിസിൽ വെച്ചാണോ? ഒരു മജ്ലിസിലാണോ? അപ്പോ റുക്കാന പറയാണ്, അതെ.
അപ്പൊ റസൂലുള്ള പറയാണ് ഇന്നമാ ഹിയ വാഹിദത്തുൻ, ഇന്നമാ ഹിയ വാഹിദത്തുൻ, എങ്കിൽ അത് ഒന്ന് മാത്രമാണ്, എങ്കിൽ അത് ഒന്ന് മാത്രമാണ്. ഇവിടെ മൂന്നും ചൊല്ലിയതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണ എത്രയാണ് സംഭവിച്ചത്? ഒരു തലാഖ് മാത്രമാണ്. ഇമാം അബൂദാവൂദിന്റെ നിവേദനമാണിത്, സഹിഹായ നിവേദനം. ചില റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് റാജിഅഹ, തലാഖ് ചൊല്ലിയ റുക്കാനയോട് പറയാണ് ഭാര്യയെ മടക്കിയെടുക്ക്. അപ്പൊ റുക്കാന പറയാണ് യാ റസൂലല്ലാഹ് ഇന്നിയാണ് തല്ലഖ്തുഹാ സലാസൻ, ഞാൻ അവളെ മൂന്നും ചൊല്ലിയിരിക്കുന്നു, ഞാൻ എങ്ങനെ തിരിച്ചെടുക്കും? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് ഖദ് അലിംത്, എനിക്ക് മനസ്സിലായിട്ടുണ്ട് നീ മൂന്നും ചൊല്ലിയിട്ടുണ്ട് എന്നുള്ളത്, പക്ഷേ റാജിഅഹ, മടക്കിയെടുക്കാൻ പറഞ്ഞു. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? മൂന്ന് തലാഖും ചൊല്ലിയതിൽ റസൂലുള്ള പരിഗണിച്ച എത്രയാണ്? ഒന്നാണ്. മടക്കിയെടുക്കാൻ പറയുകയാണ് ചെയ്തത്. ഈ തെളിവ് റുക്കാനയുടെ ഹദീസ് ഈ വിഷയത്തിൽ കൃത്യമായ നെസ്സാണ്. മാത്രമല്ല ആയത്തിൽ എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? എങ്ങനെ തലാഖ് പറഞ്ഞത്? അത്തലാഖു മറത്താൻ എന്നുള്ളതാണ്. ആ രീതിയിലായിരുന്നു